ഹായ് കൂട്ടുകാരെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ അമ്മച്ചിയുടെ ചാത്താണ് കേട്ടോ. ചാത്തം എന്ന് പറഞ്ഞാലേ ആണ്ട്, ഞങ്ങളിവിടെ ചാത്തം ആണെന്ന് പറയും. ആണ്ടാണ് കേട്ടോ മരിച്ചിട്ട് ഉള്ള ഡെത്ത് ആനിവേഴ്സറി അതിനെയാണ് പറയണത്. അപ്പോൾ അവിടെ പപ്പയുടെ അമ്മച്ചി മരിച്ചിട്ട് 23 വർഷം തികയാണ് ഇന്ന്. അപ്പോൾ 23ാമത്തെ ഡെത്ത് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയൻ പുതിയ വണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്ന് പള്ളിയിലേക്ക് ഞങ്ങളാണ്, പപ്പയാണ് കേട്ടോ കാർ എടുത്തിട്ട് പോണത്. അപ്പോൾ അതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പൊന്നൂനും അപ്പൂനും ആദൂനൊന്നും ഇന്ന് പൊന്നൂനും അപ്പൂനും ഈവനിങ്ങിൽ പരീക്ഷ, പിന്നെ ആദൂന് ഇന്ന് സ്കൂളില്ല കേട്ടോ, മുടക്കാണ്. അപ്പോൾ അത് 10ാം ക്ലാസ്സുകാരുടെ പരീക്ഷയുള്ള ദിവസം നമുക്ക് മുടക്കുണ്ടാവില്ല. അതുപോലെ അജുവിന് പരീക്ഷ കഴിഞ്ഞിട്ട് 4-5 ദിവസമായി കോളേജ് ലീവാണ്. ഇനി നാളെ തൊട്ടാണ് അവന് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ കാർ എടുത്തപ്പോഴേ അത് വെഞ്ചിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോയപ്പോൾ കുർബാന കഴിഞ്ഞ് വെഞ്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുരിശിൻ്റെ വഴിയൊക്കെ ഉള്ളത് കൊണ്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞു അച്ഛനെ വരാനായിട്ടേ. അപ്പോൾ കുർബാന കഴിഞ്ഞ് കുരിശിൻ്റെ വഴി കഴിഞ്ഞ് പിന്നെ വെഞ്ചിരിക്കാനൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ പോന്നു. ഇനി വേറെ ദിവസം പോയിട്ട് വെഞ്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട്, പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പപ്പ കാറൊക്കെ കയറ്റിയിട്ട് പിന്നെ ഞാനിന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടിലേക്ക് പഴം വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പ കാറൊക്കെ കയറ്റിയിട്ടിട്ട് പുട്ടിന് പഴം വാങ്ങിക്കാനായിട്ട് പോവാണ്. നമ്മുടെ സൂര്യൻ ഇവിടെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ നമ്മുടെ പണികളിലേക്ക് കിടക്കുകയാണെന്ന് അങ്ങനെ വന്ന് ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടെറസ് വാട്ടർ പ്രൂഫ് ചെയ്യണമെന്ന് പറഞ്ഞു. വാട്ടർ പ്രൂഫ് എന്ന് വെച്ചാൽ ഒരു ഗമ്മ്, ട്രാൻസ്പെറൻറ്റ് വാട്ടർ പ്രൂഫ് ഗമ്മ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അത് ഈ ടൈലിൻ്റെ ഓരോ ഗ്യാപ്പിലും അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെടിച്ചട്ടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ച് ഇനി ആ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വൈകിട്ട് ചെടികളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ട് ആ സൈഡൊക്കെ അടിച്ച് കഴുകി ക്ലീനാക്കി കേട്ടോ. അപ്പോൾ അത് ഇന്നലെ വൈകിട്ട് അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഞാൻ ശരിക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ വന്ന് നമ്മുടെ ചെടികൾ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആദൂന് സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് നമുക്ക് തിരക്കില്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട്. അപ്പം ഞാൻ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കി, അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആ ചെടികളൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് അടിച്ച് കഴുകുമ്പോൾ ഞാനും കൂടി അതിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നു എന്നുള്ളത്. അപ്പോൾ ആ ചൂലൊക്കെ എടുത്ത് അടിയിൽ സോപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് ഉരച്ച് അടിച്ച് കഴുകിയപ്പോഴേ ഞാൻ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഭാരപ്പെട്ട പണികൾ, അതായത് കുമ്പിട്ട് അടിച്ചു വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് ശരിക്കും വയ്യാണ്ടായി, ആകെ വേദനയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. വലിയ ചെടിച്ചട്ടികളൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ അവിടെ കഴുകാൻ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വട്ടയിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതിപ്പോൾ പപ്പയും പിള്ളേരൊക്കെ അവർ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വട്ടയിൽ വെക്കുക. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിന്ന് പുട്ടുണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദൂന് കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്കിന്ന് പുട്ടും പഴവും പപ്പടമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പപ്പയോട് പള്ളിയിൽ നിന്ന് കാറ് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ പപ്പ പോയിട്ട് പഴം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ക്യാരറ്റ് ഫ്രിഡ്ജിൽ ഇരുന്നിരുന്നു, അപ്പോൾ അത് അത് വാടിപ്പോണ്ടാന്ന് വെച്ചിട്ട് ഞാനതെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൽ ചേർത്തു. പിന്നെ നമ്മൾ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ തന്നെ അരി കഴുകി ഉണക്കി പൊടിപ്പിച്ച് നമ്മൾ തന്നെ വീട്ടിൽ വറുത്ത് വയ്ക്കുന്ന പൊടിയാണ് കേട്ടോ. അല്ലാതെ പാക്കറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റല്ല. പാക്കറ്റൊക്കെ വരുമ്പോൾ പലതരത്തിലാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയൊന്നും ആക്കിയിട്ട് വലിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചിട്ടിട്ട്
ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത പീസുകളൊന്നും ഉണ്ടാവില്ല. ഒന്ന് കറക്കി എടുക്കുമ്പോൾ ബാക്കിലേക്ക് ആക്കില്ലേ നമ്മൾ മിക്സിയിൽ പൾസ് അതാക്കി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ പുട്ടുപൊടി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി റെഡിയായി. തേങ്ങ ചിരവി എടുത്തു. ചിരട്ടപ്പുട്ടാണ്, അപ്പോൾ ആദ്യം എന്താ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിലേ നമ്മൾ വെന്തിട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ പുട്ട് പൊട്ടി പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് മുകളിൽ വീണ്ടും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ വെള്ളം വെച്ച് നമ്മൾ ഇതുപോലെ ആവിയേറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചാനായിട്ട് അപ്പുറത്തെ എണ്ണയും കൂടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇതാ ഇവിടെ പപ്പയും അജും കൂടി ഇന്നലെ വൈകുന്നേരം അടിച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടതാണ് ആ വെള്ളമൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നന്നായിട്ട് ഡ്രൈ ആയപ്പോൾ പപ്പയും അജും കൂടി അവിടെ ട്രാൻസ്പെറൻറ്റ് ഗമ്മുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിങ്ങനെ അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് അടിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പുട്ടും ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പപ്പടം കാച്ചിയാണ് കേട്ടോ. പപ്പടം കാച്ചാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അജു വന്നിട്ട് അതിനിടയിൽ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അതായത് ഞാനേ ട്രൈപ്പോഡ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ചേട്ടൻ വന്നപ്പോൾ ഒരു ട്രൈപ്പോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് ഫോൺ വെക്കണേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എൻ്റെ കയ്യിൽ പഴയൊരു ട്രൈപ്പോഡ് ഉണ്ടായിരുന്നത് ഒക്കെ പൊട്ടിപ്പോയിട്ട് കുറേ നാളായി. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ട്രൈപ്പോഡ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കുറേ സിസ്റ്റങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാനതിൻ്റെ റിവ്യൂ ഇടണമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് വേണ്ടേ റിവ്യൂ ഇടാനായിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നത്തെ വ്ളോഗ് എടുക്കാനാണ് ഞാൻ ട്രൈപ്പോഡ് എടുത്തത്. അപ്പോൾ അജു വന്നിട്ട് ഇത് ഇങ്ങനെയല്ല വെക്കുക മമ്മി, അത് തിരിച്ച് വെക്കണം, അപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റുക എന്നൊക്കെ അവൻ അങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ അവൻ റെഡിയാക്കി തന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി, പപ്പടം റെഡി ആയിട്ടുണ്ട്, പഴം വാങ്ങിച്ചു കൊടുന്നതും ഒക്കെ കൂടി നമ്മൾ പുട്ടും പഴവും പപ്പടവും ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഗമ്മ് അടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് അജു വന്ന് ഭക്ഷണം കഴിച്ച് പോയി. പപ്പ വന്നതാ കഴിച്ചു. അത് അതും പിന്നെ ഉറങ്ങുമായിരുന്നു. അത് പിന്നെ വന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. പുട്ടുണ്ടാക്കൽ കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ചോറ് അരി അടുപ്പത്തിട്ടു. ഉച്ചയ്ക്കിലേക്ക് മാത്രമല്ലേ വേണ്ടൂ. വൈകിട്ട് താഴെ അവർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അനിയൻ അങ്ങോട്ട് അവിടെ നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രാത്രിയിലേക്കത്തേക്കുള്ള ഫുഡ് അവിടെ അനിയത്തി റെഡിയാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ ഉച്ചയ്ക്ക് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ ആണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം അവർ അവിടെ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ താഴേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കിലേക്കുള്ള ഭക്ഷണം മാത്രം നമ്മൾ റെഡിയാക്കൊണ്ടു. രാത്രിയിലത്തേക്ക് നമ്മൾ അവിടേക്ക് പോവാണല്ലോ. അപ്പോൾ ഞാൻ ഒരു 2 ഗ്ലാസ് അരി ഇട്ടു. അരി വിസിൽ വരുമ്പോഴേക്കും ഞാൻ കുറച്ച് മുതിര അടുപ്പത്തിട്ടു കേട്ടോ. മുതിര കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കിലേക്കല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുതിര ഉണ്ടായിരുന്നത് അത് വേവിക്കാനായിട്ട് ഉപ്പും പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഞാൻ മുതിര വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം മുതിര കുത്തി കാച്ചാന്ന് വിചാരിച്ചു. പിന്നെ പപ്പടം കാച്ചാനുണ്ട്, ഉണക്കമീൻ വറുത്തതിരിക്കുന്നുണ്ട്, അച്ചാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ കൂടി ഉച്ചയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ ചോറും കറിയൊക്കെ വെച്ചിട്ട് വേണം നമുക്കിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഈ പെയിൻ്റ് അടിയൊക്കെ കാരണം കൊണ്ടേ നമ്മൾ ആ മോൾഡുകളും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ടെറസ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കതൊക്കെ കഴുകി വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഞാൻ ഹോസ്പിറ്റലാവുകയും പെട്ടെന്നുള്ളൊരു സർജറിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മുതിരയൊക്കെ അടുപ്പത്ത് വെച്ചു. ചോറ് വാർക്കൽ കഴിഞ്ഞ് മുതിര അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ റൂമിനകത്ത് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മേശപ്പുറത്ത് വെച്ചിരുന്ന മാറ്റ് എടുത്തിട്ട് ആദ്യം അതൊന്ന് കഴുകിയിടണമായിരുന്നു. അത് കഴുകാനുള്ള കാര്യങ്ങളാണ് നോക്കണേ. ഒന്ന് കഴുകി അഴയിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കോളൂല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോൾഡുകൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ കാണുന്ന ബ്ലൂ പെട്ടികളിൽ നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മോൾഡുകളാണ്. അപ്പോൾ അവരെ പുട്ടിയിട്ടിട്ട് ഉരയ്ക്കുമ്പോൾ പൊടി വരുന്നതുകൊണ്ട് നമ്മളത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമുക്ക് കഴുകി വയ്ക്കാനായിട്ട് ടെറസൊക്കെ വൃത്തികേടായി പെയിൻറ്റും പൊടിയും മണ്ണും പൊടിയൊക്കെ ആയി കിടക്കുന്നതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ നമുക്കൊരു 12 കിലോ ചോക്ലേറ്റ് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇന്ന് ഉണ്ടാക്കണം. അപ്പോൾ കാലത്ത് ഇതൊക്കെ കഴുകി വെച്ചാൽ നല്ല വെയിലല്ലേ, വേഗം ഉണങ്ങി കിട്ടും. ആ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈവനിങ്ങിൽ അത് ഉണ്ടാക്കാം, ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റിൻ്റെ ചെറിയ മോൾഡാണ് നമുക്ക് ആവശ്യം, ചെറിയ സ്ക്വയറിൻ്റെ മോൾഡ്. അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ കഴുകി വെച്ചിട്ടുള്ളതാണ്, പൊടി പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് സോപ്പ് വാട്ടറൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ബീറ്റർ, പിന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. സ്പാച്ചിലായിട്ടും കത്തി, സ്പൂണ്,
പിന്നെ ഓവനിൽ വെക്കുന്ന പാത്രങ്ങൾ, നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അങ്ങനെ പാക്കിങ്ങിന് വേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ പൊടി പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യം ക്ലീൻ ആക്കണമായിരുന്നു. അപ്പോൾ ഞാൻ മുതൽ അടുപ്പത്തിട്ടിട്ട് ആദ്യം വന്നിട്ട് ഈ വക കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല വെയിലാണ് നമുക്ക് പുറത്ത്. അപ്പോൾ വേഗം നല്ല ചൂടാകുമ്പോഴത്തേക്ക് ഇപ്പോൾ 9 മണി 9:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇവിടുത്തെ പണികൾ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ മാറ്റ് നന്നായിട്ട് സോപ്പിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ. വൃത്തിയാക്കി നന്നായി വെള്ളത്തിൽ ഉരുപ്പിഴിഞ്ഞ് അഴയിൽ കൊണ്ടിട്ടു. അത് കൊണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മോൾഡുകൾ കഴുകാനൊക്കെ തുടങ്ങി. മോൾഡുകൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ, കാരണം ചോക്ലേറ്റിൻ്റെ ഒന്നും ഇല്ലല്ലോ, നമ്മൾ നേരത്തെ കഴുകി വെച്ചതായിരുന്നതുകൊണ്ട് നമ്മൾ വെറുതെ വെള്ളത്തിൽ സോപ്പ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് പിന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ നന്നായി സോപ്പ് വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കേ വേണ്ടിയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. അപ്പോൾ ആദ്യം ചെയ്തിരുന്നതിൽ നിന്ന് കുറച്ച് സ്പീഡൊക്കെ കുറവുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ അവിടെയൊക്കെ അടിച്ച് കഴുകിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും കാലൊക്കെ വേദനിക്കുന്ന കൈയൊക്കെ വേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി വയ്യാത്ത ഒരു അവസ്ഥയിലാണ്. എന്നാലും നമുക്കിത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മോൾഡുകൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മോൾഡുകളൊക്കെ കഴുകി ഓരോ സ്റ്റെപ്പായിട്ട് വെയിലത്തേക്ക് വെക്കുന്നുണ്ട്. നമ്മൾ വെയിലത്ത് തന്നെ ഉണങ്ങണം. നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ തുണിയുടെ മുകളിലുള്ള ആ ഒരു എന്താ പറയുക, നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കുമ്പോൾ ഒരു നൂല് പോലെയൊക്കെ ഇങ്ങനെ പൊടി പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെയിലത്ത് തന്നെ ഉണക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആദ്യം മോൾഡുകൾ കഴുകി 2-3 പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ ഉണക്കാനായിട്ട് വെച്ചു. പിന്നെ നമ്മൾ ഓവനിൽ വെക്കുന്ന പാത്രം, സ്പാച്ചുല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്പാച്ചുല, പിന്നെ സ്പൂണ്, കത്തി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ക്ലീനാക്കി ഇതുപോലെ ഓരോന്നായിട്ട് ഓരോ സെക്ഷനായിട്ട് കഴുകി വെച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്, പിന്നെ ആ പാക്ക് ചെയ്യുന്ന നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ കട്ട് ചെയ്തിടുന്നതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ. നല്ല വെയിലാണ് ഇവിടെ മുകളിൽ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇതൊക്കെ മോൾഡുകളൊക്കെ കഴുകാറുണ്ട്. അത് ചൂടുവെള്ളത്തിൽ കഴുകേണ്ടതാണ്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ വെയിലാറട്ടെ, ഈവനിങ്ങിലല്ലേ നമ്മൾ അത് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ വെയിലത്ത് അതൊക്കെ ഇരുന്ന് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ സമയം 12 മണി 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ പുട്ട് കഴിക്കില്ല. പുട്ടും പഴമൊക്കെ എനിക്ക് നെഞ്ഞു നീറുന്ന സംഭവങ്ങളാണ്. ചക്ക, പുട്ട്, പഴം, ഈ വക സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല കേട്ടോ. നെഞ്ഞ് നീറെ ഛർദ്ദിക്കുകയും വയറുവേദനിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ബിസ്ക്കറ്റ് മാത്രമാണ് ഞാൻ കഴിച്ചത് കേട്ടോ. രാവിലെ 2-3 ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് ചായ എടുത്ത് അതിൽ മുക്കി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നേരമായപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. പിന്നെ കുറേ നേരം ആയില്ലേ അവിടെ പുറത്ത് വെയിലത്ത് നിൽക്കണു. അപ്പം ഞാൻ വേഗം മുതിരയൊക്കെ കുത്തിക്കാച്ചിട്ട് നമുക്ക് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിൽ കുത്തിക്കാച്ചലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മുതിര കുത്തിക്കാച്ചാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ അടുപ്പത്തേക്ക് വെച്ചു. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുത്തിപ്പൊടിച്ച മുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുളക് ഈ ഒരു സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കുത്തിപ്പൊടിച്ച മുളക് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടുന്നതുകൊണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട്, വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കറിക്ക് ആവശ്യമായ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ 1 സ്പൂൺ 1/4 സ്പൂണ് മുളക് പൊടി മതി. ഉച്ചയ്ക്കിലേക്ക് മാത്രമാണ് നമ്മൾ കറി വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ ഇതുപോലെ മുളകൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയിലേക്ക് ഞാൻ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുക്കറാണ്. അപ്പോൾ ഇത് നമ്മളൊരു കോംബോ പാക്കായിട്ട് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാണ് കേട്ടോ. ബട്ടർഫ്ലൈയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറാണ്. 5 ലിറ്റർ, 3 ലിറ്റർ, 2 ലിറ്റർ, അങ്ങനെ 3 കുക്കറിൻ്റെ ഒരു കോംബോ പാക്കായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ബട്ടർഫ്ലൈയുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ അതിലാവുമ്പോഴേ നമുക്ക് മൂടി വെക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ കൂട്ടാനൊക്കെ കാച്ചി ഗ്യാസൊക്കെ എന്താ പറയുക ക്ലീനാക്കി അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഒരു 12:45 1 മണിയോട് കൂടി നമ്മൾ ഊണ് കഴിക്കാനായിട്ടിരുന്നു. മുതിരക്കൂട്ടാനുണ്ട്, ഉണക്കമീൻ വറുത്തതുണ്ട്, അച്ചാറുണ്ട്, ഇഞ്ചും പുളിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഊണൊക്കെ കഴിച്ചു. പിന്നെ ഒരു 3 മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടന്നത്. അപ്പോഴേക്കും നമ്മുടെ മോൾഡുകളൊക്കെ ഇടയ്ക്കൊന്ന് തട്ടി വയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് പിന്നെ ഉണങ്ങാത്തത്, ഏറ്റവും അടിയിൽ ഉണങ്ങാത്തത് നമ്മൾ ഈ സൈഡിലേക്ക് എടുത്തു വെച്ചു. പിന്നെ ചെടികളൊക്കെ നന്നായി വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ഇനി അതൊക്കെ നനയ്ക്കണം. ചോക്ലേറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട്
നനയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പണിയിലായിരുന്നു ഞാനും പപ്പയിട്ടാ. അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഫ്രിഡ്ജിലൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങളിവിടെ കുളിയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടാ. താഴേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. താഴെ അനിയനും അവരുടെ ഫാമിലിയും, മുകളിൽ ഞങ്ങളും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ താഴേക്ക് വന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ അജുണ്ട്, അതുണ്ട്, അപ്പുണ്ട്, പൊന്നുണ്ട്, അപ്പച്ചനുണ്ട്. അനിയ മാത്രം കടപൂട്ടി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതെ ഇവിടെ അജു മൊബൈൽ നോക്കിയിരിക്കുന്നു. ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളൊരു സദ്യവട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പയറുപ്പേരി, സാമ്പാർ, പിന്നെന്താ കുറേ സംഭവങ്ങൾ കേട്ടോ. കൂട്ടുകറി ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കുറേ ഐറ്റംസും പായസവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തത്. കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. കാളനുണ്ട്, പൈനാപ്പിൾ കറി ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. കണ്ടോ, കാളൻ, അവിയൽ, സാമ്പാർ, ഉപ്പേരി, കൂട്ടുകറി, ഇഞ്ചിമ്പുളി, 2 തരം അച്ചാർ, പൈനാപ്പിൾ കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടപ്രഥമനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളങ്ങനെ കിടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.